മുൻ KPCC പ്രസിഡന്റ് ജി സുധാകരൻ അദ്ദേഹം ഇപ്പോൾ വെളിയിൽ അദ്ദേഹത്തിൻ്റെ കുറ്റി വലിച്ചൂരി കാട്ടിലെറിഞ്ഞിരിക്കുകയാണ് ഹൈക്കമാൻഡ്. നമുക്കറിയാം, കേരളത്തിലെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കേരയിൽ. LDF സർക്കാർ കൊണ്ടുവന്ന കേരയിൽ. ആ കേരയിൽ കൊണ്ടുവന്ന് അതിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, കുറ്റികളൊക്കെ നാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ KPCC പ്രസിഡന്റ് ജി സുധാകരൻ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തി. കുറ്റികളെല്ലാം വലിച്ചൂരി ദൂരെ കളയാൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇട്ടിരുന്ന കുറ്റികളെല്ലാം വലിച്ചൂരി ദൂരെ എറിഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ്സിൽ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. സുധാകരൻ്റെ കുറ്റി സത്യത്തിൽ വലിച്ച് ദൂരെ കളഞ്ഞിരിക്കുകയാണ് ഇപ്പം കോൺഗ്രസ്സുകാർ. അദ്ദേഹം ഇപ്പം മീൻ പഠിക്കുന്നുണ്ട്. ഞാൻ 4 വർഷക്കാലം ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു. KSU 3-4 കോളേജിൽ ജയിച്ചു. അനേക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു, സമരങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ 4 വർഷക്കാലം കൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് എല്ലാം ഞാൻ ചെയ്തു. കോൺഗ്രസ്സിനെ നന്നാക്കി എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മുൻ കോൺഗ്രസ്സുകാരും KPCC പ്രസിഡന്റുമാരും ഒക്കെ സുധാകരനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് വന്ന KC വേണുഗോപാൽ അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനമായിരുന്നു. 4 വർഷക്കാലം കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് പോയി എന്നൊക്കെയാണ്. ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ അയാളുടെ കുറ്റി വലിച്ചൂരിയത്? എന്ത് കാരണം കൊണ്ടാണ് അയാളെ വലിച്ചെറിഞ്ഞത്? കരിയാപ്പില പോലെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? അയാളുടെ 4 വർഷത്തെ പ്രവർത്തനം നല്ലതാണെങ്കിൽ അയാളെ കുറ്റി വലിച്ചൂരേണ്ട കാര്യം വല്ലതും ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലുവാൽ തമ്മിലടിയും കുതികാല് വെട്ടും ഇതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നാനമോഹികളാണ്. നിങ്ങളുടെ കയ്യിൽ കേരളത്തിൻ്റെ ഭരണം കൈ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ ആക്കുകയില്ലേ കേരളം? നിങ്ങൾക്ക് യോജിപ്പില്ല, പരസ്പരം നിങ്ങൾ യോജിക്കുന്നില്ല, പരസ്പരം നിങ്ങൾ കുതികാല് വെട്ടുകയാണ്. എന്നിട്ട് പബ്ലിക് വന്ന് നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ പറയും, അദ്ദേഹം വലിയ മനുഷ്യനാണ്, നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരാണ്, കോൺഗ്രസ്സിനെ നിലനിർത്തിയ ആളാണ്. എന്തെല്ലാമാണ് അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തി ശ്രദ്ധിക്കുന്നത്. ഇങ്ങോട്ട് മാറി നിന്നിട്ടോ അദ്ദേഹത്തെ എടുത്തു ദൂരെ കളയുക. അദ്ദേഹത്തിൻ്റെ കുറ്റി അടിച്ച് വലിച്ചു ദൂരെ കളയും. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹം 4 വർഷം കൊണ്ട് കോൺഗ്രസ്സിലൊന്നും ചെയ്തിട്ടില്ല, കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഭരിക്കുന്നവർ കൊണ്ടുവരുന്ന നല്ല പദ്ധതികൾക്ക് അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ ചെയ്തില്ല. ഇവിടുന്ന് 18 MP-മാർ കേന്ദ്രത്തിൽ പോയി കിടക്കുന്നു. അവിടെ ചെന്ന് അവിടെ കയറുന്നത് പോലുമില്ല. അല്ലേ? പാർലമെൻറ്റിൽ പോലും അവർ കയറുന്നില്ല.
അവരുടെ ശമ്പളവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യമൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുകയാണ് അവർ. കേരളത്തിലേക്ക് ആവശ്യമായ ഒരു പദ്ധതിക്ക് ഒരു സപ്പോർട്ടും ചെയ്യാതെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ 18 എം പിമാർ അവിടെ ഇരിക്കുകയാണ്. കേരളത്തിൽ ഒന്നും നടക്കരുത്, ഒരു നല്ല കാര്യങ്ങളും കേരളത്തിലുണ്ടാകരുത്. ആ നല്ല കാര്യങ്ങളെല്ലാം അതിനെ എതിർത്ത് അതിനില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഭരണം എടുത്ത് ജനങ്ങൾ എങ്ങനെ തരും? നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്? അല്ല. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്? അല്ല. കേരളത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾ തടയിട്ട് അതില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്ത് നല്ല കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് ചെയ്യുന്നത്? കേരയിൽ പദ്ധതി ഇവിടെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യകരമായ കാര്യമാണ്. നമുക്ക് യാത്ര ചെയ്യാൻ അവിടെ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. ട്രെയിനിൽ കയറാൻ പറ്റുന്നില്ല, റിസർവേഷൻ കിട്ടുന്നില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല, സീറ്റില്ല. ഇടിച്ച് ഇതേപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം. യാത്രയിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിൽ ഒരു വലിയ പദ്ധതിയാണ് കേരയിൽ. അത് വന്നിരുന്നുവെങ്കിൽ നമുക്കെന്തുമാത്രം ലാഭമായിരുന്നു. നമ്മുടെ രാജ്യത്തിന് എന്നൊരു വികസന പദ്ധതിയല്ലായിരുന്നു കേരയിൽ. അന്ന് സുധാകരനല്ലേ പറഞ്ഞത് കുറ്റിയെല്ലാം വലിച്ചൂരാൻ പറഞ്ഞത്? അത് വലിച്ചൂരി കളഞ്ഞില്ലേ? അപ്പോൾ ആർക്കെതിരെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? ഇവിടുത്തെ ജനങ്ങൾക്കെതിരെയാണ് നിങ്ങൾ നിലകൊണ്ടത്, സർക്കാരിനെതിരെയല്ല. ഇവിടുത്തെ ജനങ്ങളെയാണ് നിങ്ങൾ ദ്രോഹിച്ചത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഭരണം ആരാ തരുന്നത്? ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എം പിമാരും നിങ്ങളുടെ MLA-മാരും നിങ്ങളുടെ പ്രതിപക്ഷ നേതാക്കന്മാരും എല്ലാം ഇവിടെ നല്ല പദ്ധതികൾ കേരളത്തിൽ വരുമ്പോൾ അതിനെല്ലാം എതിർത്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഈ 10 വർഷക്കാലം നിങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ? ഏതെങ്കിലും ഒരു നല്ല പദ്ധതിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭരിക്കാൻ നിങ്ങൾ നോക്കിയിരിക്കുക. അടുത്ത ഭരണം ഞങ്ങളെടുക്കും. ആര് തന്നിട്ടാണ് നിങ്ങൾ ഭരണം എടുക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ആര് വോട്ട് തന്നിട്ടാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്? ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക.